വെൽക്കം ടു നെക്സ്റ്റ് പ്രൊഫഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ സോണറ്റ് 121 ആണ് വീഡിയോയിലൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ സോണറ്റ് എന്താണ് എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള സോണറ്റിയേഴ്സ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി HSAയുടെ സിലബസിൽ ആദ്യമായി തന്നെ പോയട്രി സെക്ഷനിലുള്ള ആദ്യത്തെ പോയമാണ് സോണറ്റ് 121. അപ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ട ഇൻട്രൊഡക്ടറി വീഡിയോയിൽ നമ്മൾ കണ്ട ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം സോണറ്റ് 121 എന്താണ് എന്ന് നോക്കാം. ഷേക്സ്പിയറിയൻ സോണറ്റ് എന്താണ്? സോണറ്റ് ഇസ് എ ലിറ്റിൽ പോയം അല്ലേ. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഷേക്സ്പിയറിയൻ സോണറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കണം. പൊതുവായിട്ട് ജനറലായിട്ട് എന്താണ് ഷേക്സ്പിയറിയൻ സോണറ്റ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നോക്കാം. ഷേക്സ്പിയറിയൻ സോണറ്റ് ഈസ് നോൺ ആസ് ഇംഗ്ലീഷ് സോണറ്റ് ഓർ എലിസബത്തൻ സോണറ്റ്. ഷേക്സ്പിയറിയൻ സോണറ്റിനെ രണ്ട് കാര്യത്തിൽ നമ്മൾ രണ്ട് വാക്കുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് സോണറ്റ് എന്നും എലിസബത്തൻ സോണറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. 16th സെഞ്ച്വറിയിലാണ് സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എവിടെ? ബ്രിട്ടനിൽ അല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സോണറ്റ് ഫേമസ് ആയി തന്ന ആളുകളാണ് തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹോവാർഡ്. ഷേക്സ്പിയർ ആ ഒരു സമയത്ത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പോയറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ ഷേക്സ്പിയറിയൻ സോണറ്റ്സ് എല്ലാം എലിസബത്തൻ സോണറ്റ്സ് എന്നോ ഇംഗ്ലീഷ് സോണറ്റ്സ് എന്നോ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ദെൻ 154 സോണറ്റ്സുകൾ നമ്മൾ ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. 154 സോണറ്റ്സോളം നമ്മൾ ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് 1590 മുതൽ 1609 വരെയാണ്. അപ്പോൾ ഈ ഷേക്സ്പിയറിയൻ സോണറ്റ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1609 ബൈ തോമസ് തോർപ്പ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സോണറ്റ് എന്താണെന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. പിന്നെ ഈ ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തത് എന്ന് നോക്കിയാൽ വില്യം ഹെർബർട്ട് ഓർ ഹെൻറി റൈറ്റസ്ലിയാണ്. ഈ ഹെൻറി റൈറ്റസ്ലിയെ നമ്മൾ ഏൾ ഓഫ് സതാംപ്ടൺ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഷേക്സ്പിയറിൻ്റെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സോണറ്റ് എന്ന് പറയുന്നത് സോണറ്റ് 18 ആണ്. പിന്നെ ഈ 1 to 154 സോണറ്റ്സ് 3 ഡിവൈഡ് ചെയ്ത് അത് ഓരോ വ്യക്തികൾ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം. 1 to 126 സോണറ്റ്സ് അഡ്രസ്സ് ചെയ്യുന്നത് യങ് മാൻ ആണ്. 127 to 152 സോണറ്റ്സ് അഡ്രസ്സിങ് ഡാർക്ക് ലേഡി. 150 to 154 സോണറ്റ്സ് അഡ്രസ്സിങ് ക്യൂപ്പിഡ് ഓർ റോമൻ ഗോഡ് ഓഫ് ലവ്, ദാറ്റ് സെലിബ്രേഷൻ ഓഫ് ലവ്. ഫസ്റ്റ് 17 സോണറ്റ്സ് ആർ കോൾഡ് പ്രൊക്രിയേഷണൽ സോണറ്റ്സ്. ഇപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ സോണറ്റ്സ് എന്താണെന്നൊന്ന് ജനറൽ ഓവർവ്യൂ കിട്ടണം നമ്മൾക്ക്. എന്നാലേ നമ്മൾക്ക് 121 സോണറ്റ് എന്താണെന്നുള്ളത് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സോണറ്റ് 121 HSAയുടെ ആദ്യത്തെ പോയട്രി സെക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ള പോയമാണ് സോണറ്റ് 121. അപ്പോൾ നമ്മൾക്കിത് പൊതുവായിട്ട് ദിസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽ എസ്റ്റീംഡ് എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഫസ്റ്റ് കാണുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് ഈ സോണറ്റ് 121 അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് സോണറ്റ് 121 എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽ എസ്റ്റീംഡ് ഈ ഒരു ലൈന് നോക്കി വെക്കണം. അതുപോലെ തന്നെ അവസാനത്തെ ലൈനും ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റിയൽ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് രണ്ട് ലൈൻസ് നമ്മൾ ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. സോണറ്റ് 121 ഏത് രീതിയിലാണ് എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ലൈന് തന്നെയാണ് അറിയപ്പെടുന്നത്. ദിസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽ എസ്റ്റീംഡ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ നമ്മൾക്കൊന്ന് പോയി നോക്കാം. ദിസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽ എസ്റ്റീംഡ് വെൻ നോട്ട് ടു ബി റിസീവ്സ് reproach of being, and the just pleasure lost which is so deemed not by our feelings but by others seeing. For why should others false adulterate eyes give salutation to my sportive blood, or on my frailties why are failure spies?
which in their wills count bad what I think good. No, I am that I am, and they that level at my abuses reckon up their own. I may be straight, though they themselves be bewildered. By the rank thought my deeds must not be shown, unless this general evil they maintain, all men are bad and in their badness reign. This better to be vile than vile esteemed, when not to be receives reproach of being, and the just pleasure lost which is so deemed, not by our feelings but by others seeing. ഇതിനകത്ത് എന്താണ് പറയുന്നത്? കവി നമ്മളോട് പറയുന്നത് വെച്ചാൽ, മറ്റുള്ളവർ നമ്മെ ചീത്തയാണ് എന്ന് ചിന്തിച്ച്, നമ്മൾ ചീത്തയാണ് അല്ലെ നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് എന്ന് മുദ്ര കുത്തപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അങ്ങനെ ആയിരിക്കുന്നതാണ്. വേറെ വിഷയമൊന്നുമില്ല. മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യുന്നത് നമ്മൾ മോശക്കാരാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നതെന്നാണ് കവി ആദ്യത്തെ ലൈൻസിൽ പറയുന്നത്. ദെൻ, ഫോർ വൈ ഷുഡ് അതേഴ്സ് ഫോൾസ് അഡൾട്രേറ്റ് ഐസ് ഗീവ് സല്യൂട്ടേഷൻ ടു മൈ സ്പോട്ടി ബ്ലഡ്, or on my frailties why are failure spies, which in their wills count bad what I think good. അതായത് നമ്മളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്താണോ, നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്താലും അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടില്ല. കാരണം നമ്മളാകുന്ന സമൂഹത്തിലെ ബാക്കിയുള്ളവർ നമ്മളെ കാണുന്നത് ഒരു നെഗറ്റീവ് ചിന്താഗതിയോടെയാണ്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനെ എത്രമാത്രം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുമോ അത്രമാത്രം പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ച് അതിന് ശേഷമുള്ള ഹാപ്പിനെസ് നമ്മൾക്കൊരിക്കലും അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് കവി പറയുന്നത്. കാരണം എന്താണ്? നമ്മുടെ കൂടെ സന്തത സഹചാരികളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളുകൾ എപ്പോഴും നമ്മളെ നോക്കുന്നത് ഒരു നെഗറ്റീവ് ചിന്താഗതിയോടെയും അവരുടെ ഐസ് എപ്പോഴും നമ്മളെ കാണുന്നത് ഒരു സംശയത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് അവർ ഒരു നെഗറ്റീവ് ചിന്താഗതിയെ ഐഡിയാസിനെ ഇൻജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ ഏത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും അതൊരിക്കലും നടക്കണമെന്നില്ല. എങ്ങനെ? അതിൻ്റെ അത്രത്തോളം ഫലത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അതിൻ്റെ പൂർണ്ണതയിൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ദെൻ, which in their wills count bad what I think good. No, I am that I am, and they that level at my abuses reckon up their own. I may be straight, though they themselves be bewildered. By their wrong thoughts my deeds must not be shown. നമ്മുടെ പോയിറ്റ് പറയാണ്, ഞാൻ തന്നെയാണ്, അല്ലാതെ ഞാൻ എന്ത് ചിന്തിച്ചാലും അതിന് പെട്ടെന്ന് തന്നെ ഒരു മാറ്റമില്ല. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ചില സമയത്ത് നല്ല രീതിയിൽ എൻ്റെ വഴിക്ക് തന്നെയാണ് ഞാൻ നീങ്ങുന്നത്. ഞാൻ ഒരിക്കലും വേറൊരു രീതിയിൽ തെറ്റായ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഞാൻ ചരിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കാറില്ല. എന്നിട്ട് പോലും അവരെന്താണ് എന്നെ ഒരു സംശയാസ്പദമായി നോക്കുന്നത്? അവർക്ക് എന്തെങ്കിലും അതുകൊണ്ട് നേട്ടമുണ്ടോ? അല്ലെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫലം അവർക്ക് കിട്ടുന്നുണ്ടോ? ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹത്തിന് അതിനെന്തെങ്കിലും ഒരു ഫലമുണ്ടോ? പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ ഈ ഒരു ഐഡിയ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംശയാസ്പദമായ രീതിയിൽ നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കവി പറയാണ്. ദെൻ, unless this general evil they maintain, all men are bad and in their badness reign. കവി ലാസ്റ്റ് കപ്ലറ്റിൽ നമ്മളോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നമ്മൾ പൊതുവെ എല്ലാവരും തന്നെ ഓൾ മെൻ ആർ ബാഡ്, എല്ലാവരും ബാഡാണ്. പക്ഷേ ഇൻ ദർ ബാഡ്നെസ് റീ, അതായത് എല്ലാവരും ബാഡാണെങ്കിലും നമ്മളായി തന്നെ നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി ഇരിക്കുന്നവരാണെങ്കിൽ അതൊരിക്കലും മാറ്റപ്പെടണമെന്നല്ലേ, അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. വീണ്ടും നമ്മൾ എന്താണ് അതിനകത്ത് മാസ്റ്റർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംശയാസ്പദമായി നോക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് നല്ലതാണ്, ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതും
അവരുടെ പ്രവൃത്തികളിൽ നെഗറ്റീവ് കാണുന്നതും അത് എൻ്റെ നല്ലൊരു ക്വാളിറ്റി ആണ് എന്ന് ധരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കവി പറയാണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ചിന്താഗതി നിങ്ങൾ വളർത്തുന്നിടത്തോളം കാലം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാസ്റ്ററാണ് എന്ന് കവി പറയുകയാണ്. ഈ പോയറ്റ് നമ്മളോട് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത് എന്താ? മനുഷ്യൻ്റെ ഹിപ്പോക്രസിയാണ് ഈ ഒരു പോയത്തിൽ കാണുക. മറ്റുള്ളവരെ ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, എൻ്റെ പ്രവൃത്തി എന്താണോ, എൻ്റെ ചിന്താഗതി എന്താണോ, അത് മറ്റുള്ളവരിലേയും കൂടി ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവം ഇന്നത്തെ സമൂഹത്തിനുണ്ട്. അതാണ് കവി തൻ്റെ ഈ ഒരു സോണറ്റ് 121 എന്ന് പറയുന്ന സോണറ്റിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുക. നോക്കാം, അതിൻ്റെ കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. സോണറ്റ് 121 ഈസ് എ പവർഫുൾ റിഫ്ലക്ഷൻ ഓൺ മൊറാലിറ്റി, ജഡ്ജ്മെൻറ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ഗുഡ് ആൻഡ് ഈവൽ. അല്ലേ, നമ്മുടെ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദ പോയിറ്റ് ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ട്രൂലി സിൻഫുൾ ദാൻ ബി wrongly accused of sin by hypocritic people. മറ്റുള്ളവർ നമ്മളെ തിന്മയായിട്ട്, നമ്മൾ ഈവളാണ്, നമ്മൾ നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരാണ് എന്ന് മുദ്ര കുത്തപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഓൾറെഡി അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് എന്നാണ് കവി പറഞ്ഞു വെക്കുക. He criticizes society's tendency to judge harshly, emphasizing that external judgment does not define one's true nature. സൊസൈറ്റി നമ്മളെ എപ്പോഴും ഇങ്ങനെ ആ ഒരു കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ആ രീതിയിൽ തന്നെ നമ്മളിലേക്കും ആ ഒരു നെഗറ്റീവ് ചിന്താഗതി കടന്നു വരും. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവിലൂടെ ആയിരിക്കും നമ്മളുടെ പ്രവൃത്തിയും പിന്നീട് കടന്നു പോവുക. നെഗറ്റിവിറ്റി, മറ്റുള്ളവരുടെ മനോഭാവം, പോസിറ്റീവ് അല്ലാത്ത അവരുടെ മനോഭാവം ചിലപ്പോൾ നമ്മളെ സ്വാധീനിച്ചേക്കാം എന്നാണ് പറയുന്നത്. The sonnet highlights the theme of personal integrity versus public perception. എപ്പോഴും പബ്ലിക് പെർസെപ്ഷൻ ഒരു ഇൻക്ലൂഡഡ് ആണ്. നമ്മളുടെ ദ തീം ഓഫ് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് പബ്ലിക് പെർസെപ്ഷൻ ആണ് ഇതിൻ്റെ തീമെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.